കൂടിയിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. ജാഥാ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. എങ്ങോട്ടാണാവോ? ഞാനല്ലേ പോണ്ടത്. വിളിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അളിയനെ കെടുത്തോന്ന്, ഇപ്പൊ കണ്ട പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ നടക്കണം. ആരും വീണിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ കുറ്റ്യാടിയിൽ നടന്ന സ്വീകരണ വേദിയിൽ ഉന്തും തള്ളും. അല്ല പിന്നെ കളി വരൂലേ? വി.ഡി. സതീശന് ശേഷമാണോ ഷാഫിക്കായെ വിളിക്കേണ്ടത്? ഷാഫിക്കാന്ന് വെച്ച ആരാ? പറ, ഷാഫിക്കാന്ന് വെച്ച ആരാ? ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. കഴുത്തിന് പിടിച്ചു തള്ളി നീരസം പ്രകടിപ്പിച്ചിട്ടും സതീശനെ പ്രസംഗിച്ചു. അതിനുശേഷം ദേ വരുന്നു ഇക്ക. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അയ്യോ, ഒറ്റവരിയിൽ നിർത്തണ്ട. കഴുത്തിന് കുത്തിപ്പിടിച്ച് വന്നതല്ലേ, ആഞ്ഞു തള്ളിയിട്ട് പോയാ മതി. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദീർഘിപ്പിച്ചോളൂ. എന്താ ധൃതി? ഇന്ന് വേറെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാ? ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ഓക്കെ, ഇക്കയുടെ പരിപാടിക്ക് ആള് കുമിഞ്ഞുകൂടി കിടക്കുന്നു എന്നല്ല കേട്ടോ. പരിപാടിക്ക് ഈ ബൗൺസേഴ്സിനെയൊക്കെ എത്തിച്ച് അതും കാശ് കൊടുത്ത് ഇറക്കും. അവർ അങ്ങനെ വന്ന് നിന്ന് തള്ളും. അത് കണ്ട് രോമാഞ്ച കഞ്ചകനായ ഇക്ക സ്വയം നിന്ന് തള്ളും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ആകെ മൊത്തം ഉന്തും തള്ളും ജനപ്പെരിപ്പം. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. തൊട്ടടുത്ത് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പം സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് ജാഥാ ക്യാപ്റ്റൻ പ്രസംഗിക്കേണ്ട സമയമായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണ്. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. ടീം UDF കഴുത്ത് ഞെരിച്ച് ചാകാത്തത് കൊണ്ട് ഇപ്പോൾ വന്നു നിന്ന് പ്രസംഗിക്കുന്നു. ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണം പറഞ്ഞപ്പോൾ വിളിക്കരുന്ന് പറഞ്ഞ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്ത് പ്രഹസനമാണ് സജി. പിന്നെ ഇതെല്ലാം ജനാധിപത്യത്തിന് പുറമെ മതേതരത്വത്തെ കൂടി പരിപോഷിപ്പിക്കാൻ വേണ്ടി കൂടിയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി ഹാരത്തിനകത്തിറങ്ങുന്ന ചടങ്ങാണ്. ഐക്യ ജനാധിപത്യ മുന്നണി. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. ഭാഗ്യം, അവസാനം ഇക്കയ്ക്ക് ഹാരത്തിനകത്ത് നിന്ന് ടാറ്റ കാണിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. അതിനിടയ്ക്ക് ഈ മുല്ലപ്പള്ളി ഇതെവിടോ, എങ്ങോട്ടേ പോണേ? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? പുറകിൽ കാണുന്ന ആ ബാനറാണ് കോമഡി. കേരളം വീണ്ടെടുക്കാൻ. സ്വന്തമായിട്ടേ പറ്റുന്നില്ല, അപ്പോഴാണ് കേരളം വീണ്ടെടുക്കാൻ പോകുന്നത്. ഇപ്പോഴേ തമ്മിലടി. എന്ത് പാർട്ടിയോ എന്തോ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ഇതും ആയിരിക്കൂല. ഇവനൊക്കെ ഭരണം കിട്ടിയ കുട്ടിച്ചോറാക്കും.